ഭക്ഷണം കഴിച്ചാ? ഏ കഴിച്ചാ? ഏ ചായ വാങ്ങിത്തരാം വാങ്ങിത്തരാം. അതല്ല ഇപ്പൊ പേരെന്താ പറഞ്ഞ? മിസ്സബ്. മിസ്സബ് എവിടെ സ്ഥലം? എവിടെ? വടാനപ്പള്ളി എവിടെ സ്ഥലം? വേറെന്തൊക്കെയുണ്ട്? റാത്തല്ല? കാലിപ്പോ നടക്കാൻ പറ്റുന്നില്ല. ഏ അത് പൊട്ടിയതാ കാല്? ലോറിയോ? അതെ. അപ്പൊ ഡോക്ടറെ കാണിച്ചിരുന്നേരാ? ആദ്യ നാള് ഇവിടെ വന്ന് പറഞ്ഞു ചോദിച്ചപ്പോ ഉണ്ണികൃഷ്ണൻ എന്നാണ് പറഞ്ഞത്. ഇന്ന് മിസ്ബാഗ് എന്നാണ് പറഞ്ഞത്. മമ്പ്രം മക്കാമിന്റെ താഴത്താണ് മൂപ്പര് ഉള്ളത്. ഒരായിട്ട് ഇവിടെ ഇവിടെയാണ് ഇപ്പൊ കെടുത്തും എല്ലാം. നടക്കാൻ ബുദ്ധിമുട്ടാണ്. കാലിന് ലോറി കയറിയെന്നാണ് മൂപ്പര് പറയുന്നത്. അപ്പോ ഇത് ഇദ്ദേഹത്തിന് ഇന്ന് ഹോട്ടലുകളൊക്കെ ഇവിടെ അടവാണ് നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഭക്ഷണം ഇവർക്ക് നടക്കാനും ഇതൊക്കെ ഭക്ഷണം ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് ഇവിടെ തൊട്ടുള്ള കടയിൽ നിന്ന് ബിസ്ക്കറ്റിന്റെ പാക്കറ്റും ചായയും തുറന്നു കൊടുത്തതാണ്. അപ്പൊ ഇത്തരം ആളുകള് നമ്മളെ നാട്ടിലെ ഈ പാലത്തിന്റെ ചോട്ടും അനാഥരായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഓരോ വീട്ടിലും ഓരോ കുടുംബങ്ങളുള്ള ആളുകളാണ്. എങ്ങനെയാണ് ഇവര് ആ വീട് ഇതൊക്കെ ഉപേക്ഷിച്ച് പുറത്തേക്ക് എത്തുന്നത്, ഈ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്? അതല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസിക നില തെറ്റിയവർക്ക് നമുക്ക് എന്താണ് ഒരു പരിഹാരം? അതിന് നമുക്ക് സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സർക്കാർ ഏജൻസികളൊക്കെ ഇത് കറക്റ്റായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ഇത്തരം തെരുവിൽ കിടക്കുന്നതോ ഇത്തരത്തിലുള്ള ദുരിത ജീവിതം നയിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോ ഇതൊന്ന് കാണിച്ചതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കപ്രായർ ഗുരുവായൂരൊക്കെ ആ നമ്മുടെ കുടുംബത്തിൽ ആ നമ്മളെ ഹിന്ദു ബ്രാഹ്മണൻ ആ നായരെന്ന് ആ അപ്പൊ അതില് കുറച്ച് പ്രശ്നമുണ്ടല്ലേ? ഭക്ഷണമൊക്കെ എങ്ങനെ ആരെയും ഇവിടുന്ന് ആരെയും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ ഹോട്ടലിൽ ഹോട്ടലിൽ കഴിക്കൂലേ? എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയില്ലേ? പകരം ഉസ്താദ് എല്ലാവർക്കും. എല്ലാവരും. പിന്നെ ആരെങ്കിലും വരുമ്പോ ചില്ലറ പൈസ എന്തെങ്കിലും തരലുണ്ടോ? എന്തെങ്കിലും നമുക്ക് നമ്മൾ വാങ്ങിക്കാറൊന്നും അല്ല, എന്തെങ്കിലുമൊക്കെ നമുക്കൊരു വെള്ളം കുടിക്കണമെങ്കിലൊക്കെ ചില്ലറ പൈസ വേണല്ലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. നേരെ ചായ ചായ തരൂലേ? നമ്മളെല്ലാരും അറിയുന്ന ബാത്റൂം പോലൊക്കെ എങ്ങനെ നേരെ ആണ്ട് പോകൂല? നമ്മള് മതം അറിയുന്ന മോനത്തിലെ പൊന്നാനി തൃശ്ശൂർ വാടാനപ്പള്ളി വാടാനപ്പള്ളിയിലെ ഉണ്ണികൃഷ്ണൻ. ഒരു രാത്രി ഉറങ്ങുമ്പോ തെരുവുനായകളെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടല്ലേ? ഇവിടെ പട്ടിയുണ്ട്. ശല്യം ചെയ്യലുണ്ടാ? പിന്നെ